എല്ലാവർക്കും കൊല്ലത്തിൻ്റെ സുപ്രഭാതം. സിയാദ് മാഷിൻ്റെ ഒപ്പമാണ്. ഇന്നലെ ഇവിടെ വന്ന് കൊല്ലത്തൊന്ന് തങ്ങിയപ്പോൾ കൊല്ലത്തെ സൈക്കിൾ ക്ലബ്ബ് അംഗങ്ങളൊക്കെ വന്ന് കണ്ടു പരിചയപ്പെട്ടു. ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷ മുഹൂർത്തങ്ങളാണ്. നമ്മൾ കേരളത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോ സ്ഥലത്തുമുള്ള സൈക്കിൾ പ്രേമികളായിട്ടുള്ളവർ വരികയും കാണുകയും പരിചയപ്പെടുകയും ചെയ്യുമ്പം അത് നൽകണ ഒരു ഊർജ്ജം ഭയങ്കരമാണ്. ശരിക്കും പറയാം, സത്യമായിട്ടും പറയാം. അങ്ങനെ ഞാൻ കൊല്ലത്തുനിന്ന് ആരംഭിക്കുന്നു. ഇനി ഇവിടുന്ന് നേരെ കരുനാഗപ്പള്ളിയിൽ ശരത് ചന്ദ്രബാബു അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് പുള്ളിക്കാരനെ കണ്ട് അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പോണ വഴിക്ക് നമ്മുടെ ഫേസ്ബുക്കിലെ കുറച്ച് സുഹൃത്തുക്കൾ വഴി ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായിട്ടുള്ള സൗഹൃദങ്ങളാണ് ഇതൊക്കെ. പക്ഷേ നേരിട്ടൊന്ന് കാണാനുള്ള അവസരം ഇതിൽ കടന്നു പോകുമ്പം അതും കൂടെ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളിവിടുന്ന് കുറച്ച് ദൂരം സിയാദ് മാഷൻ്റെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ യാത്ര ആരംഭിച്ചു വയ്ക്കട്ടെ. ഓക്കെ മാഷേ. ഓക്കെ. കൊച്ചി 152 കിലോമീറ്റേഴ്സ്. ആഞ്ഞു പിടിച്ചാൽ ഇന്ന് വേണേൽ കൊച്ചി ചെല്ലാം. പിന്നെ അങ്ങനെ ആഞ്ഞു പിടിച്ചിട്ടുണ്ടായി വേണം. ഇതന്നെ ഒളിമ്പിക്സോ. ചില ആൾക്കാർക്ക് കാറുകാർക്ക് വലിയ വണ്ടിക്കാർക്ക് ഈ നമ്മളെ സൈക്കിളുകാരെ കാണുമ്പോൾ ഒരു നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ചവിട്ടുന്നതിൻ്റെ വണ്ടി സൈക്കിളിന് അതിനെക്കാട്ടിലും വില കാണും. സൈക്കിളായിട്ടായിരിക്കും പോകുന്നത്. പാടന്തറ ക്യാമ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓക്കെ. കൊല്ലം ടൗൺ. കായിക പ്രേമികൾ ഒത്തുകൂടുന്നിടത്തോളം സന്തോഷമല്ലേ. റൈറ്റ് ഡിവിഷൻ അല്ലേ. ശരിക്കും കൊല്ലത്ത് ഒരുപാട് തവണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ പട്ടണമാണെന്ന് നമ്മളിതിൽ ഇങ്ങനെ നടക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. തൊട്ട് ചിന്നക്കട നേരെ ആശ്രമം. അങ്ങനെ കൊല്ലത്തെ കായിക പ്രേമികളുടെ ഒരു സംഗമവേദിയാണ് ആശ്രമം. അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ വന്നേക്കണേ. നടപ്പുകാരോ സൈക്കിളുകാരോ എല്ലാവരും കൂടും. അവിടുത്തെ പ്രഭാതത്തിന് തന്നെ ഒരു പ്രത്യേക ഊർജ്ജമുണ്ട്. ഇതേ ഇരിക്കുന്നുണ്ട് ആൾക്കാർ. കിളവന്മാരൊക്കെ നടന്ന് മടുത്തു, ചിലർ നടക്കുന്നു. ഒരു രസമല്ലേ. പണ്ട് ഞാൻ സർവീസിലായിരുന്നപ്പോൾ 25 കിലോമീറ്ററൊക്കെ പുല്ല് പോലെ ഓടുമായിരുന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പുള്ളിയൊക്കെ നല്ല റണ്ണറാണ്. 42 കഴിഞ്ഞാണ് ഈവൻ്റ് ഒക്കെ നടക്കണ്ടല്ലോ. മൂവിങ്ങിൽ എടുക്കുവാന്നല്ലേ നിന്ന് ഞാനിതല്ലേ ഇടയ്ക്ക് റെക്കോർഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഒരു വലിയ റൗണ്ട്, അതിന് ചുറ്റും മരങ്ങൾ, നടപ്പാതെ. അപ്പോൾ ആൾക്കാർക്ക് സിയാദ് മാഷ് ഇവിടുന്ന് തിരിച്ച് സ്വന്തം കർമ്മ മേഖലകളിലേക്ക് കടകളൊക്കെ തുറക്കട്ടെ. അങ്ങനെ പോവാം. ഞാനിവിടുന്ന് നേരെ കരുനാഗപ്പള്ളിക്ക് വിടുവാണ്. കണ്ട വഴിക്കോടെ നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ എനിക്ക് ആ പടം പകരം വെട്ടാൻ ഒരു മാർഗ്ഗമുള്ളൂ. തൊഴിലേക്ക് വായോ. അവിടെ വന്ന് നമ്മുടെ മലക്കര ഡാമും ഇലവീഴ പൂഞ്ചിരയും അല്ലെങ്കിൽ മലയിഞ്ചി കാടുകളിലൊക്കെ പോയി താമസിക്കാം. വാ ശരിയായിട്ട് വന്നു. തിരക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും നിൽക്കും. അത് മാറിയിട്ടൊന്നും പരിപാടി നടക്കില്ല. ഇടയ്ക്ക് ചാടുക. ഓക്കെ ഓക്കെ. കച്ചേരി ജംഗ്ഷനിൽ വെച്ചിട്ട് നമ്മൾ നാഷണൽ ഹൈവേ കയറിയിരിക്കുന്നു. കാങ്കത്തുമുക്ക് ജംഗ്ഷൻ. ഇത് രാമൻകുളങ്ങര. നേരെ ഹൈവേ ആലപ്പുഴ. രാമൻകുളങ്ങര കഴിഞ്ഞപ്പോൾ ദാ ശക്തികുളങ്ങര. അങ്ങനെ നമ്മൾ നീണ്ടകര
പാലത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പുതുതായി ഫിഷിംഗ് ബോട്ടുകൾ കിടക്കുന്നുണ്ട്. നമുക്ക് മേളിൽ നിന്നൊരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ്, ചവറ. കൊല്ലം കഴിഞ്ഞ് ശക്തികുളങ്ങര, രാമൻകുളങ്ങര, നീണ്ടകര, ചവറ, മണൽക്കുന്ന്. കണ്ടോ മണൽക്കുന്ന്? ആലപ്പുഴ, നാളെ എറണാകുളം, മറ്റൊന്ന് ഞാൻ തൊടുപുഴക്കാരനാണ്. പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരെ കാണുക, പിന്നെ പല ഭംഗികളൊക്കെ കാണാൻ വേണ്ടിയല്ലേ. ആയിക്കോട്ടെ, സന്തോഷം. ഇതാണ് KMML, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്നാണ് എൻ്റെ ഫുൾ നെയിം. ശരത് ചന്ദ്രബാബു കരുനാഗപ്പള്ളി. ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമ്മുടെ വർക്കലയിൽ നിന്ന് എത്തിച്ച് വണ്ടി കിട്ടും. ടയർഡായിട്ടില്ല എക്സ്ട്രാ. ഓ സന്തോഷം. ഒരുപാട് എത്ര നേരം കാത്തു തന്നെ. പറഞ്ഞതിനെക്കാൾ 1 മണിക്കൂർ താമസിച്ചു. എന്നിട്ട് തന്നെ നോക്കിയിരിക്കുമായിരുന്നു. കഴിച്ചില്ല, നമുക്ക് കഴിക്കാം. ഓക്കെ ഓക്കെ. ഫുഡ് അവിടെ നിന്ന് കഴിക്കാം. പുട്ടുകട. അങ്ങനെ ഒരാളെ കൂടെ കണ്ടുകൂട്ടി. കരുനാഗപ്പള്ളിയിലെ പുട്ടുകട. പുട്ടിന് പകരം അപ്പവും മുട്ടക്കറിയാക്കി. കരുനാഗപ്പള്ളി പുട്ടുകട. കുഴപ്പമില്ല, സന്തോഷം. ഇടയ്ക്ക് വരുമ്പോൾ കാണാം കേട്ടോ. ഇതാണ് കരുനാഗപ്പള്ളി പുട്ടുകട. ചന്ദ്രബാബു ഒത്തിരി നേരം എന്നെ നോക്കിയിരുന്നു. 1 മണിക്കൂറിന് മേളിൽ നോക്കിയിരുന്നു. ഒരുപാട് സന്തോഷം. ജോലിക്ക് പോകണ്ട, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ്. ജോലിക്ക് പോകേണ്ട, തിരക്കിൻ്റെ ഇടയ്ക്ക് ഓടി നിന്നു. ഭക്ഷണം മേടിച്ചു തന്നു രാവിലെ. തൊടുപുഴയ്ക്ക് വരിക. ഇനിയും തീരദേശങ്ങളിലേക്ക് തന്നെയാണ് നമ്മളുടെ യാത്രകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോൾ പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആഫ്രിക്കൻ പായല അതിനകത്ത് കിടക്കുന്നത്. രസമുണ്ട്. പക്ഷെ ഭയങ്കര ടർഫ് മാതിരി. ഇതൊക്കെ കടലാക്രമണത്തിൽ എടുത്തു പോയതാട്ടോ വീടുകൾ. എന്താ ചെയ്യാല്ലേ. ഇപ്പൊ കേരളത്തിൽ കയറി പിന്നെ ഓരോ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ താമസിക്കുന്നത്. ഞാനിങ്ങനെ ആ തീരം ചുറ്റി ഈ തീരം ചുറ്റി അങ്ങനെ പറഞ്ഞു പാലോ പോവാൻ വേണ്ടി പറഞ്ഞു പോവല്ലേ. ഈ വാഹനത്തിൽ തന്നെ പോവാന്ന് പറയുമ്പോ തന്നെ ഒരു സന്തോഷമുണ്ട്. ഓരോലും കയറി, കാരണം ഒരുപാട് വീടുകൾ ഇങ്ങനെ എടുത്തേ പോയിക്കുന്ന കണ്ടപ്പോൾ വീട് സുനാമി വന്ന സമയത്ത് അങ്ങനെ വീട് കിട്ടിയവരും സന്തോഷം. ആയിക്കോട്ടെ, ശരി. മുഴുവൻ അരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ എത്ര വീടുകൾ പോയിട്ടുണ്ട്. ചെറി അഴീക്കൽ, വലത്തോട്ട് കരുനാഗപ്പള്ളി, നേരെ അഴീക്കൽ, അമൃത. ഹായ്. ചെറിയ അഴീക്കൽ. നമുക്ക് ഈ അരികിൽ വരെ ഒന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ ഒരു രാക്ഷസ തിരമാലകൾ വന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യാൻ പറ്റൂല്ലേ? കയറി അങ്ങ് ഒഴുകും. ആ ഒരു തിരയുടെ ഗ്യാപ്പ് നോക്കിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഓടി കയറുന്നേ.
കടൽ തീരത്തൊരു ഫുട്ബോൾ കോർട്ട്. അപ്പോൾ പന്ത് വെള്ളത്തിൽ പോയാനായും തിര കൊണ്ടുത്തരും. നമ്മുടെ ഈ പുറവശത്തു നിന്ന് കടലിലോട്ട് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് നീലക്കടലും ഫോട്ടോഗ്രാഫിക്ക് സൂപ്പർ. ഇതിൽ വൈകുന്നേരം വന്നാൽ ഈ ഭംഗി വരത്തില്ല, രാവിലെ തന്നെ വരണം. ഇതുപോലെ കേരളത്തിൻ്റെ പടിഞ്ഞാറെ കോസ്റ്റൽ ലൈനിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അജ്ഞാതമായിരുന്നു എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് നിശ്ചയം പോരായിരുന്നു. ഫോട്ടോ കൊച്ചിയുടെ അതിലേക്ക് കുറച്ച് അന്ധകാരനഴി അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണെന്നുള്ള അറിയത്തില്ലായിരുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ഇവിടെ ഈ തീരദേശങ്ങളിൽ താമസിക്കുന്നവർ ഈ കടലാക്രമണം കൊണ്ടുമൊക്കെ അവരുടെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടത് ഈ ദയനീയ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിന് വേദനയും തോന്നും കേട്ടോ. കണ്ടോ എന്നാ തിര അടിച്ചിങ്ങ് കയറുന്നത് നോക്കി. ആ കടൽ ഭിത്തി അല്ല ആ കരിങ്കല്ല് ഇട്ടേക്കണോണ്ട് മാത്രം അവിടെ നിൽക്കുന്നതാണ്. ഈ വീടൊക്കെ പോയി, എല്ലാം പോയി. റീൽസിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെ എഫ് ബിയിലൊക്കെ ചില വീഡിയോകളിൽ കടൽ കയറി വരുന്നു, വീട് ഇടിഞ്ഞ് താഴുന്നു എന്നൊക്കെ കാണുന്നുണ്ടെങ്കിലും പക്ഷേ ശരിക്കും അത് മനസ്സിലോട്ടങ്ങ് ഫീലാകുന്നത് ഈ നിമിഷങ്ങളിലാണ് കേട്ടോ. മൂക്കണ്ടയ്യത്ത് ഇപ്പൊ വഴിയൊക്കെ നല്ല സെറ്റാണല്ലോ. അവിടെ എങ്ങനെ ഇരിക്കട്ടെ, ഇതാണല്ലോ ഭംഗി. ഭംഗിയും നൊമ്പരവും ഈ വഴിയുടെ വീടുകളൊക്കെ കാണുമ്പോഴേ. എങ്ങനെ പേരെങ്ങനെ? ബിപിൻ. ഹായ്. അമ്പലം ഇവിടേക്ക് ഇത്രയും ഇതിൻ്റെ വേഗത കണ്ടോ? ഇത്ര ചെറിയൊരു തിരയുടെ പോലും വേഗത എന്ന് പറയുന്നതേ. നമ്മളിത് അകലേന്ന് കാണുന്നതുകൊണ്ടാണ്. ശരിക്കും അത് എത്ര കിലോമീറ്റർ വേഗത ഉണ്ടാവും. ഓരോ വളവ് തിരിയും തോറും കൂടുതൽ വശ്യമായിട്ട് വരുക കേട്ടോ. എൻ്റെ പൊന്നോ, എന്താ സംഭവം. പക്ഷേ ഈ റൂട്ട് ഇതൊന്നും എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ടൂറിസം മാപ്പുകളിലെ ടൂറിസത്തിൽ കാര്യമായിട്ട് ഇടം പിടിക്കാത്തതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ആൾക്കാർ ചുമ്മാ കോവളം ബീച്ചിലെ ചെളിക്കുഴിക്കകത്ത് പോയി കിടക്കുക. കഷ്ടം എന്നല്ല ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ എന്താണ് സംഭവം? റിയലി മോർണിംഗ്.
ടെമ്പിൾ. പാപ്പച്ചേട്ടനെ പിന്നെ കണ്ടുപിടിച്ചു. എന്റെ പേര് പോലും മറന്നില്ല, ഒരു മിനിറ്റ് പോലും. ഞാൻ ചുമ്മാ ഒരു യാത്രയിലായിരുന്നു. അതായത് ഞാൻ തൊഴിൽക്കാരനാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഒരെണ്ണം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കണം, ഒരു വെള്ളമെങ്കിലും. ഒരു ചായ എന്തെങ്കിലും കുടിക്കാം. പിന്നെന്താ ബായോ. സന്തോഷം. ഒരു സോഡ നാരങ്ങയുള്ള അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഉണ്ടോ? സീ ബോയ്സ് അഴീക്കൽ. സുനാമി ദുരന്തത്തിൽ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലി. ഓരോ വളവുകൾക്കും ഓരോ മാസ്മരിക ഭംഗി. വാ, ഇങ്ങനെ ഞൊറിഞ്ഞ് 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 ഇങ്ങനെ പോരുവാ. അഴീക്കൽ ബീച്ച്, ആലപ്പുഴ അഴീക്കൽ ബീച്ച്. ഇവിടുന്ന് നേരെയാണ് അഴീക്കൽ ബീച്ച്. നമ്മൾ ഇവിടെ നിന്ന് നേരെ വലത് തിരിഞ്ഞ് കായംകുളം തോട്ടപ്പള്ളി ഡിറക്ഷനിലേക്ക് തിരിയാണ്. ഇവിടെയാണ് അഴീക്കൽ ബ്രിഡ്ജ്. പുതിയൊരു പാലാണ്, നല്ല ഭംഗിയുള്ളതാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഒരുമിച്ചത് കാണാൻ പോകുന്നു. കളർഫുൾ, സൂപ്പർ. നമുക്ക് പയ്യെ പോവാം. ഫുട്പാത്തിന് 1 മീറ്റർ ഹൈറ്റ് ഉണ്ടായിരുന്നേ. ഞാൻ സൈക്കിളുകാരത്ത് വലിച്ചു പൊക്കി എടുത്ത് വെള്ളം വെച്ചു. മനോഹരം കേട്ടോ. ഇതാ അവിടെ ലൈറ്റ് ഹൗസ്, അഴീക്കൽ ലൈറ്റ് ഹൗസ്. അതിൻ്റെ മേളിൽ കയറണം എന്നല്ലേ ജൂഡ് സാറ് പറഞ്ഞേ.
വാട്സപ്പ് നോക്കട്ടെ. സൂപ്പർ ഡപ്പ. പക്ഷേ എൻ്റെ ബെനിവാഷിന് കൂടെ ഒന്നും ഇതൊക്കെ കാണാൻ പറ്റില്ല. സാരല്ല. അവിടെ ലൈറ്റ് ഹൗസ്, അതിൻ്റെ മേളിൽ കയറണം അല്ലേ? ഇത് കായൽ, അതിൻ്റെ അപ്പുറം ആ 2 പുലിമുട്ടിനപ്പുറം കടൽ. ഇത് രസമാണ് കേട്ടോ. കടലിൽ പോകുന്ന ഒരു വലിയ ബോട്ട് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് കരയിലോട്ട് വരുമ്പോഴത്തേക്കും കൂട്ടത്തിലുള്ള കാണുന്ന മറ്റ് കൊച്ചു വള്ളങ്ങളെല്ലാം ഇതുപോലെ വെച്ചുകൊണ്ട് വരും. എന്നാണേലും ഈ ബോട്ട് വലിയമല്ലേ. പ്രളയകാലത്തെ കേരളത്തിൻ്റെ ഫൈറ്റിംഗ് ഫോഴ്സാണ് പോയത്. അവരുടെ അന്നത്തെ ആ പ്രവൃത്തിക്ക് ഒരു സല്യൂട്ട് ഇവിടെ നിന്നത് കാണുമ്പോൾ നമ്മൾ കൊടുക്കണ്ടേ? യെസ്, സല്യൂട്ട് ബ്രോസ്. വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ പാലം. പാലം എന്ന് പറഞ്ഞാൽ ശരിക്കും ആളുകൾക്ക് കടന്നു പോകാൻ വേണ്ടി മാത്രം ആയിരിക്കരുത്. അതൊരു നിർമ്മാണ ഭംഗിയും എൻജിനീയറിംഗ് വൈദഗ്ധ്യവും എല്ലാം കൂടി ചേർന്നിട്ട് ടൂറിസത്തെയൊക്കെ ആകർഷിക്കുന്ന വിധത്തിലാവണം. ആ രീതിയിലായിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും. ഈ തീരദേശ ഭംഗികളിൽ ഇത് കൂടുതൽ എങ്ങനെയാ ഭായി ഞാൻ വെട്ടിച്ചുരുക്കുന്നത്. അതുകൊണ്ട് വീഡിയോ നീണ്ടുപോകുമോ? ഇത് തന്നെ ഇപ്പോൾ 10-24 മിനിറ്റായി. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഇനി തോട്ടപ്പള്ളി സ്പിൽവേയും ലൈറ്റ് ഹൗസും എല്ലാം കിടക്കുക. അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിലാക്കാം. അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ്.